നേരത്തെ എക്സ്റ്റീരിയർ കണ്ട പോലെ തന്നെ കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനാണ് ഇന്റീരിയറിലും കമ്പനി ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൽ പുതിയൊരു ഡാഷ്ബോർഡും പുതിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റും പിന്നെ പുതിയൊരു കളർ കോമ്പിനേഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തത് കുറെ കൂടി ഒരു സ്പോർട്ടിയർ ലുക്ക് നൽകാനാണ് സഹായിക്കുന്നത്. നേരത്തെ സി ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കൂടുതൽ എലഗന്റ് ലുക്ക് ആയിരുന്നു, കുറെ കൂടി ഒരു ലക്ഷറി ഫീൽ മാത്രമായിരുന്നു ലഭിച്ചത്. എന്നാൽ ഇതിലിപ്പം വന്നിരിക്കുന്ന കൂടുതൽ ബ്ലാക്ക് കളർ ടോണെല്ലാം വരുന്നതുകൊണ്ട് കൂടുതൽ ഒരു സ്പോട്ടി ഫീലാണ് ലഭിക്കുന്നത്. എന്നാൽ കുറച്ചൊരു ഗാർണിഷിങ് മേക്കിൽ സാധാരണ വരുന്ന ഗാർണിഷിങ് ഒരു മിസ്സിംഗ് ആയിട്ട് ഈ പുതിയ ഇന്റീരിയർ ഡിസൈനിൽ തോന്നുന്നുണ്ട്. ഈ W204 വന്നിരിക്കുന്ന പുതിയൊരു ഡാഷ്ബോർഡാണ്. ഇതിൽ വന്നിരിക്കുന്ന പുതിയ മീറ്റർ കൺസോൾ, അതിൽ 3 റൗണ്ട് ആയിട്ടുള്ള ഒരു 3 റിങ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നിൽ ഓഡോമീറ്ററും പിന്നെ RPM പിന്നെ മറ്റേ ടെമ്പറേച്ചർ ആൻഡ് ഫ്യൂവൽ കൺട്രോൾ എല്ലാം ചെയ്യുന്ന മീറ്റേഴ്സ് ആണ്. എന്നാൽ ഒരു സെന്റർ കൺസോൾ ആണ് എനിക്ക് ഒരു കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നത്. കാരണം അതിന്റെ ഒരു ലേ ഔട്ട് കുറെ കൂടി ഒരു ഈവൻ ദോ ഒരു ഫങ്ഷണൽ ലേ ഔട്ട് ആണെങ്കിലും ഒരു ഒന്ന് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ഒരു സ്വിച്ചസിനുള്ള ചേഞ്ച് ചെയ്തിരുന്ന കുറച്ചുകൂടി ഒരു എലഗൻസി കിട്ടുമായിരുന്നു. സാധാരണ മേക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എലഗൻസി മിസ്സിംഗ് ആയി തോന്നുന്ന ഈ ഒരു പോർഷനിലാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും ടോപ്പിൽ കമാൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്ക്രീനിന്റെ ഒരു ഓപ്ഷനാണ്. എന്നാൽ നോർമലി ഇന്റർനാഷണൽ മോഡലിൽ വരാറുള്ളത് ഒരു LCD സ്ക്രീൻ പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. എന്നിട്ട് കമാൻഡ് നമ്മൾ ഈ നോബ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. എന്നാൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന മോഡലിൽ ഒരു ചെറിയൊരു LCD സ്ക്രീൻ ആ ഇൻബിൽഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്ന രീതിയിലാണ്. അതാകെ റേഡിയോ ആൻഡ് ഓഡിയോ കൺട്രോൾ ചെയ്യാൻ മാത്രം പറ്റുന്ന രീതിയിലാണുള്ളത്. അതിന്റെ താഴെയായിട്ട് 2 ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു എയർ വെന്റും പിന്നെ മീറ്റർ സ്വിച്ചസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവോൺഗാർഡ് ട്രിം ആയതുകൊണ്ട് ഈ മീറ്റർ സെന്റർ കൺസോളിലായിട്ട് താഴെയായിട്ട് AC നോബിനോട് ചേർന്നിട്ട് പിന്നെ താഴേക്ക് ഗിയർ ലിവറിനോട് ചേർന്നിട്ട് ഒരു അലൂമിനിയം പാനലിംഗ് വരുന്നുണ്ട്. സാധാരണ ഒരു വുഡ് ട്രിം ആണ് ബാക്കി എലഗന്റിലെല്ലാം വരുന്നത്. എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന അലൂമിനിയാണ്. കാരണം കൂടുതൽ ഒരു സ്പോട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഈ പുതിയ സി ക്ലാസിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറെ കൂടി ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. കാണുമ്പോൾ കുറെ ഒരു ഹാർഡായി തോന്നുമെങ്കിലും ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് സീറ്റിൽ വരുന്ന ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സാധാരണ ഏതൊരു മേക്കിലും ഡോർ പാനലിന്റെ മേലെയാണ് കൊടുക്കാറുള്ളത്. അത് വളരെ എഫക്റ്റീവ് ആണ്. മറ്റ് ബ്രാൻഡ്സിൽ നമ്മളത് കാണാതെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ തപ്പി തടയേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ മൂവ്മെന്റ്സും ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ പിന്നെ ഹെഡ് റെസ്റ്റിന് നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. അത് ഫ്രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ പുറമെ മേക്കിൽ വരുന്ന സേഫ്റ്റി ഫീച്ചറായ പ്രീ സേഫിൽ വരുന്ന നെക്ക് പ്രോ എന്നുള്ളൊരു അസിസ്റ്റൻസ് കൂടി ഉണ്ട്. അതുപോലെ കൊലീഷൻ ഉണ്ടാകുമ്പോൾ ഈ അഡ്രസ് നമ്മൾ തലയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതലൊരു നെക്ക് ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലൊരു കുറെ കൂടി ഒരു അഗ്രസീവ് ഡ്രൈവ് അല്ലെങ്കിൽ അജിലിറ്റി കൂട്ടിയത് കൊണ്ട് ഒരു ഡ്രൈവിംഗ് പ്ലഷറിന് കൂടുതലൊരു അനുയോജ്യമായ ഒരു ഫ്രണ്ട് സീറ്റാണ് ഇപ്പോൾ സി ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഇനി പുതിയ സി ക്ലാസിന്റെ റിയർ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് ആണ് വന്നിട്ടുള്ളത്. എന്നാൽ ഒരു Audi A4 ആണ് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അധികം ഒരു റിയർ സീറ്റ് സ്പേസും പിന്നെ ഒരു കംഫർട്ടും ലഭിക്കുന്ന മോഡലായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതിന്റെ ഡയമെൻഷൻ വൈസ് വീൽ ബേസ് കൂടുതലാണ്. എന്നാൽ അടുത്ത കോമ്പറ്റീറ്ററായ 3 സീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ റിയർ സീറ്റ് വന്നിട്ടുള്ളത് സി ക്ലാസ് തന്നെയാണ്. ബട്ട് ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും പൊസിഷനും എല്ലാം കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു Audi A4 ആണ് ബെറ്റർ എങ്കിലും ഇതും ഇറ്റ്സ് നോട്ട് ബാഡ്. കാരണം നമുക്ക് അത്യാവശ്യം ഒരു ലോങ് ജേർണിക്കെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെയാണ് എമിറേറ്റ്സ് പോലുള്ള ഒരു നല്ല കമ്പനിയെല്ലാം ഒരു ഒഫീഷ്യൽ ഫ്ലീറ്റ് ആയിട്ട് 150 സി ക്ലാസ് ഇന്ത്യയിൽ ഒഫീഷ്യൽ ഫ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മോശം എന്നല്ല അതിന്റെ അർത്ഥം. ബട്ട് ദർ ഇസ് അനദർ വേരിയന്റ് അല്ലെങ്കിൽ അതിന്റെ കോമ്പറ്റീറ്റർ ഹാവിംഗ് ബെറ്റർ സ്പേസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഓൾ ടുഗദർ ഇന്റീരിയറിൽ കുറെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ചേഞ്ചാണ്. ക്വാളിറ്റി വൈസ് എല്ലാം നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഇന്റീരിയറിൽ വന്നിട്ടുള്ളത്. കാരണം ഫിറ്റ് ആൻഡ് ഫിനിഷും കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ നേരത്തെ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. സ്റ്റിച്ചിങ് ക്വാളിറ്റി, പിന്നെ ലെതർ യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ, ഇതെല്ലാം തന്നെ സി ക്ലാസ്സിൽ ബെറ്റർ ആയി വന്നിട്ടുണ്ട്. എന്നാൽ ഓൾ ടുഗദർ എനിക്ക് ആ ഒരു ലാസ്റ്റ് മെർസിഡീസിൽ വരുന്ന ഒരു ചാം, ഒരു ലക്ഷറി ഫീൽ, ആ വുഡ് ട്രീമിന്റെ ഒരു ആബ്സെൻസ് കുറച്ചധികം കാണുന്നുണ്ട്. ആ ഒരു ചാം മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന്
ഇന്ന് വേൾഡിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ വെഹിക്കിളിലുള്ളത്. C200 CGIയിൽ വന്നിട്ടുള്ള മെർസിഡീസ് ബെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയാവുന്ന ഒരു എഞ്ചിനാണ്. സ്ട്രാറ്റിഫൈഡ് ചാർജ്ഡ് ഗ്യാസോലിൻ ഇഞ്ചക്ഷൻ എന്നാണ് CGIന്റെ ഫുൾ ഫോം. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഡീസൽ എഞ്ചിൻസിൽ കാണുന്ന കോമൺ റെയിൽ ടെക്നോളജിയിൽ വരുന്ന ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന സിസ്റ്റം സൂപ്പർ ചാർജും കൂടി ചേർന്നിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു എഞ്ചിൻ വേരിയന്റ്. അന്ന് മുമ്പ് മെർസിഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിസോട്ടോ എന്നൊരു ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇന്നിപ്പോൾ വളരെ ടൈറ്റായിട്ട് വരുന്ന എമിഷൻ നോംസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു CGI എന്നുള്ള വേരിയന്റിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ഇനിയും ഒരു പുതിയ എഞ്ചിൻസ് ഈ ഒരു പെട്രോൾ വേരിയൻസിൽ കൊണ്ടുവരാൻ നോക്കുന്ന പ്ലാൻ ഉണ്ട്. ഈ എഞ്ചിന്റെ ഔട്ട്പുട്ട് 186 bhp പവർ ആണ്. അതുപോലെ തന്നെ 285 Nm ആണ് ടോർക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഇതിനെ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. 0 to 100 വരുന്ന 8.6 സെക്കൻഡ്സിലാണ്. ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മെർക്കിന്റെ പഴയ ഒരു സിസ്റ്റമായ പഴയ ഒരു ഗിയർ ബോക്സ് സിസ്റ്റം, അത് 5G ട്രോണിക് എന്ന 5 സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷൻ ആണ്. കാരണം ഇത്രയും ചെറിയ എഞ്ചിന് 7 സ്പീഡ് മെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് 5 സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മിസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഇതിന് കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എമിഷൻ നോംസ് കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു 10 to 15% എമിഷൻ കുറഞ്ഞിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്.